ട്രെയിനുകളിലെ AC കോച്ചുകളിൽ യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ നൽകുന്ന ബെഡ്ഷീറ്റുകളും തലയിണകളും പുതപ്പുകളും യാത്രക്കാർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഇന്ത്യൻ റെയിൽവേക്ക് വരുത്തിവെക്കുന്നത് കോടികളുടെ നഷ്ടം. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇത്തരത്തിൽ യാത്രക്കാർ മോഷ്ടിച്ച പെട്രോൾ ഇനങ്ങൾ കാരണം റെയിൽവേക്ക് 104 കോടി രൂപയിലധികം നഷ്ടമുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. യാത്രക്കാർ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കുന്നത് ചെറിയ ഫേസ് ടവലുകളാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ലക്ഷക്കണക്കിന് ടവലുകളാണ് ട്രെയിനുകളിൽ നിന്ന് കാണാതായത്. ടവലുകൾ കഴിഞ്ഞാൽ ബെഡ്ഷീറ്റുകൾ, തലയിണ കവറുകൾ, കമ്പിളി പതിപ്പുകൾ എന്നിവയാണ് യാത്രക്കാർ വ്യാപകമായി ബാഗിലാക്കുന്നത്. ചില റൂട്ടുകളിൽ തലയിണകൾ വരെ മോഷണം പോയിട്ടുണ്ട്. ട്രെയിൻ യാത്ര അവസാനിച്ചിറങ്ങുന്നതിന് തൊട്ടു മുൻപ് ബെഡ്ഷീറ്റുകളും ടവലുകളും കോച്ചിലെ അറ്റൻഡർമാർ വന്ന് ശേഖരിക്കാറുണ്ടെങ്കിലും വലിയ തിരക്കുള്ള സമയങ്ങളിലും പുലർച്ചെ ഇറങ്ങുന്ന യാത്രക്കാരിൽ നിന്നും ഇവ കൃത്യമായി തിരികെ വാങ്ങാൻ ജീവനക്കാർക്ക് സാധിക്കാറില്ല. മോഷണം പോകുന്ന സാധനങ്ങളുടെ തുക പലപ്പോഴും കരാർ ജീവനക്കാരുടെയോ അറ്റൻഡർമാരുടെയോ ശമ്പളത്തിൽ നിന്ന് ഈടാക്കാറുമുണ്ട്. മോഷണം തടയുന്നതിനായി റെയിൽവേ സുരക്ഷാ സേന വഴി പരിശോധനകൾ കർശനമാക്കുന്നുണ്ടെങ്കിലും യാത്രക്കാരുടെ മനോഭാവത്തിൽ മാറ്റം വരാതെ ഈ കോടികളുടെ നഷ്ടം പൂർണ്ണമായും തടയാൻ കഴിയില്ലെന്നാണ് റെയിൽവേ അധികൃതർ വ്യക്തമാക്കുന്നത്.